പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വെല്ലുവിളിയാകുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുത്തിരിക്കുകയാണ് UAE ഭരണകൂടം. വ്യാജ വാർത്തകളും AI നിർമ്മിത ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിന് 19 ഇന്ത്യക്കാരടക്കം 35 പേരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത് പ്രവാസികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. യുദ്ധകാലത്തെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തുന്നതിനും ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്നതിനുമുള്ള നീക്കങ്ങളെ മുളയിലെ നുള്ളാനാണ് അറ്റോർണി ജനറലിന്റെ നേതൃത്വത്തിലുള്ള നീക്കം. ഡിജിറ്റൽ ഇടങ്ങളിലെ ഓരോ ചലനവും നിരീക്ഷണത്തിലാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഭരണകൂടം ഇതിലൂടെ നൽകുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യവും ഇറാൻ തമ്മിലുള്ള യുദ്ധവും രൂക്ഷമായി തുടരുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഡ്രോൺ ആക്രമണങ്ങളെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ തടഞ്ഞത്. അതിനിടയിലാണ് ഭരണകൂടത്തിന് തലവേദനയായി തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇപ്പോഴിതാ ഇത്തരം പോസ്റ്റുകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു UAE. സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതിനാണ് നിലവിൽ UAE ഭരണകൂടം നടപടിയെടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന വ്യാജ വീഡിയോകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ദൃശ്യങ്ങളും പങ്കുവച്ചതിനാണ് ഇവർക്കെല്ലാം എതിരെ കർശന നടപടി ഭരണകൂടം സ്വീകരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UAE-യിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അധികൃതർ ഏർപ്പെടുത്തിയ ശക്തമായ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികളെ കണ്ടെത്തിയത്. 2 ഘട്ടങ്ങളായിട്ടാണ് അറസ്റ്റ് നടപടികൾ പ്രഖ്യാപിക്കപ്പെട്ടത്. ശനിയാഴ്ച 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതിന് പിന്നാലെ ഇന്നലെ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ 25 പേരുടെ പട്ടിക കൂടി അധികൃതർ പുറത്തുവിട്ടിരുന്നു. UAE അറ്റോർണി ജനറൽ ഡോക്ടർ അഹമ്മദ് സെയ്ഫ് അൽ ഷംസിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ പ്രതികളെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർക്കുന്നതിന്റെയും മറ്റും യഥാർത്ഥ ദൃശ്യങ്ങൾ പകർത്തി അതിൽ ഭീതി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും വ്യാജ കമന്ററികളും ചേർത്ത് പ്രചരിപ്പിച്ചവരാണ് ആദ്യ വിഭാഗത്തിലുള്ളത്. ഇത്തരം ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തി നൽകുന്നതിന് തുല്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് UAE-യിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കെട്ടിടങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുന്നതായും വൻതോതിൽ പുകയിരുന്നതായും പറഞ്ഞുകൊണ്ട് വ്യാജ വീഡിയോകൾ നിർമ്മിച്ചവരാണ്. മറ്റു രാജ്യങ്ങളിൽ നടന്ന അപകടങ്ങളുടെ ദൃശ്യങ്ങൾ UAE-യിൽ നിന്നാണെന്ന വ്യാജേന ഇവർ പ്രചരിപ്പിച്ചു. മൂന്നാമത്തെ വിഭാഗം UAE-ക്ക് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങളെയും അവരുടെ നേതൃത്വത്തെയും പുകഴ്ത്തി പ്രചരണം നടത്തിയവരാണ്. ശത്രു രാജ്യത്തിന്റെ സൈനിക നടപടികളെ നേട്ടങ്ങളായി ചിത്രീകരിക്കുകയും UAE-യുടെ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. UAE നിയമപ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക. കുറഞ്ഞത് 1 വർഷം തടവും 1 ലക്ഷം ദിർഹം അഥവാ 23 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഇതൊക്കെയാണ് പിഴയായിട്ട് ഇവർക്ക് നേരിടേണ്ടി വരുന്ന ശിക്ഷ. രാജ്യത്തെ ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്താനും പൊതുക്രമസമാധാനം തകർക്കാനും മനഃപൂർവ്വം ശ്രമിച്ചതിനെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് UAE പ്രോസിക്യൂഷൻ കാണുന്നത്. കുട്ടികളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ നിർമ്മിച്ചതും സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്ന വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചതും പ്രതികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. യുദ്ധം രൂക്ഷമായി തുടരുകയും അയൽ രാജ്യങ്ങളെ ഇറാൻ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട രാജ്യത്തിനകത്ത് യാതൊരു വിധത്തിലുള്ള വ്യാജ വാർത്തകളും അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യക്കാരടക്കമുള്ളവർക്കെതിരെയുള്ള ഈ നീക്കത്തിലൂടെ UAE നൽകുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ദുരുപയോഗം ചെയ്യുന്നത് വ്യക്തികളെ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നതിന്റെ തെളിവാണ് UAE-യിലെ ഈ അറസ്റ്റ് നടപടികൾ. പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇത്തരം നിയമലംഘനങ്ങൾ കരിയറിനെയും ജീവിതത്തെയും തന്നെ തകർത്ത് താറുമാറാക്കും. സമൂഹ മാധ്യമങ്ങളിൽ എന്ത് പങ്കുവെക്കണം എന്നതിൽ കൃത്യമായ ബോധം ഉണ്ടാകേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. വ്യാജ വാർത്തകൾ തടയുന്നതിലൂടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തോട് സഹകരിക്കുക എന്നതാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ടത്. നിയമങ്ങൾ അറിയാത്തത് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള കാരണമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ ഡിജിറ്റൽ ഇടങ്ങൾ ഉപയോഗിക്കുക. UAE-യിലെ കർശനമായ സൈബർ നിയമങ്ങൾ പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ ശിക്ഷയാണ് കാത്തിരിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. പലപ്പോഴും തമാശയ്ക്കോ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ വേണ്ടി പങ്കുവെക്കുന്ന വീഡിയോകൾ വലിയ നിയമക്കുരുക്കിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്ന് മറക്കാതിരിക്കുക. യുദ്ധം പോലുള്ള അതീവ ഗൗരവകരമായ സാഹചര്യങ്ങളിൽ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനും പ്രവാസികൾ ജാഗ്രത പുലർത്തേണ്ടതാണ്.